ഹലോ ഹോൾ, ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ അബുദാബി മാളിലേക്കാണ്. എന്തിനാ പോകുന്നത് വെച്ചാൽ അവിടുത്തെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീയും അതേപോലെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും ഈ അബുദാബി മാൾ. ഞാൻ നടന്നിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് കാണുമ്പോൾ അടുത്താണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും കുറച്ചധികം നടക്കാനുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതുകൊണ്ട് ഈ കാണുന്നതാണ് കേട്ടോ അബുദാബി മാള്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് കാണുമ്പോൾ വളരെ അടുത്താണ് എന്ന് നമുക്ക് തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നടന്നു പോകുമ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. 2-3 സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എത്താൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് അടുത്തെത്തിയിട്ടുണ്ട്. ഒരു 2 സിഗ്നൽ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തെത്തും. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം അബുദാബി മാളിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടോ. നല്ല രസകരമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ട്. ഇതാണ് അബുദാബി മാള്. നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ ഡെക്കറേറ്റ് ചെയ്ത ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ച അബുദാബി മാളിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് പോയിട്ട് അവിടെ എങ്ങനെയാണ് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് എന്നൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അയ്യോ, സിഗ്നൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. പെട്ടെന്ന് ഒന്ന് ഓടിയാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഇന്ന് ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേ രാത്രിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല സെലിബ്രേഷൻ മൂഡ് തന്നെയാണ്. നല്ല ഭംഗിയില്ലേ അബുദാബി മാൾ ഇങ്ങനെ തലയെടുപ്പോട് കൂടി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ. ഇത് എല്ലാ ഫെസ്റ്റിവൽസിനും ഇതാട്ടോ, ഓരോ രീതിയിലുള്ള ഡെക്കറേഷൻ ആയിരിക്കും. അതിനി ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആണെങ്കിലും നാഷണൽ ഡേ ആണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ട് ഇതിലെ ലൈറ്റ് വർക്കും മനോഹരമായിട്ടുള്ള ഡെക്കറേഷനും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അബുദാബി മാളിലോട്ട് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഹാഷ്ടാഗിൽ അബുദാബി മാൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റോട് കൂടി. അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബി മാളിലേക്ക് കയറിയിട്ടോ. ഇതാണ് അബുദാബി മാളിൻ്റെ എൻട്രൻസ്. വിൻ്റർ വില്ലേജ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് മനോഹരമായിട്ടുള്ളൊരു എൻട്രൻസോട് കൂടി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും എസ്കലേറ്ററിൽ മുകളിലോട്ട് പോയി നോക്കാം. യെസ്, ഇതാണ് ഇവിടുത്തെ അബുദാബി മാളിലെ ക്രിസ്മസ് വില്ലേജ്. ഒരുപാട് നല്ല രീതിയിൽ, ഒരുപാട് മനോഹരമായിട്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിസ്മസ് ട്രീസും പുൽക്കൂടും ആ ഒരു ക്രിസ്മസ് മാർക്കറ്റ് തന്നെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു കൂറ്റൻ ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു ക്രിസ്മസ് ട്രീ പണിത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് അനുബന്ധിച്ച് ഇതിനോടടുത്ത് ഇതിൻ്റെ ചുറ്റുപാടിൽ മൊത്തം ഒരു ക്രിസ്മസ് മാർക്കറ്റ് സെറ്റപ്പാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്.
അപ്പോൾ എങ്ങനെയുണ്ട് അബുദാബി മാളിലെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ്? സെറ്റല്ലേ? ആക്ച്വലി ഈ ഒരു അബുദാബി മാളിൽ ഒരുപാട് കാണാനും കാണിക്കാനും ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വന്നത് ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഡെക്കറേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിലേക്കാണ് ഇന്നത്തെ ഒരു ശ്രദ്ധ ഞാൻ കേന്ദ്രീകരിക്കുന്നത്. അവിടെ എന്തോ ഒരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. എന്തോ ഒരു സംഭവം ഉണ്ട്, ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് സാന്റയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഇത്ര നല്ല ഒരുപാട് ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഈ ക്യൂ നിന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ സാന്റയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെയാണ് സംഭവം, സാന്റാസ് ഗ്രോട്ടോ. നമുക്ക് ഈ പുള്ളീൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം, എങ്ങനെയാണ് അങ്ങോട്ട് എത്തിച്ചേരുക എന്നൊന്നും അറിയണമല്ലോ. By shopping anything, right? Shopping, restaurants, cafes, no supermarket, no festive market. Okay. Take your receipt to customer service. They're going to give you an activity passport. Okay. It includes vouchers to all of these places. And of course, a picture is sent with candies and cookies. Okay. After all this. Right now we close the queue because it's very crowded. It's very long. Thank you for No coming. problem. Thank you. Welcome. Bye. ആൾ പറയുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ കഫേയിൽ നിന്നോ ഒക്കെ നമ്മൾ എന്തെങ്കിലും വാങ്ങുകയോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു 50 ദിർഹത്തിൽ കൂടുതൽ കവിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കൊരു കൂപ്പൺ കിട്ടും. ആ കൂപ്പണും കൊണ്ട് ഇവിടെ വന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാന്റയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ചിലപ്പോൾ ഗിഫ്റ്റുകളൊക്കെ കിട്ടും, ചോക്ലേറ്റ്സൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് എത്തിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുമാണ് ആൾ പറഞ്ഞത്. ഞാനിപ്പോൾ അബുദാബി മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊന്ന് കയറി നോക്കിയതാണ് ഇതിൻ്റെ ഈ ഒരു ക്രിസ്മസ് വില്ലേജിൻ്റെ ടോപ്പ് വ്യൂ എങ്ങനെയുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല മനോഹരം കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ചയാണ്. നമുക്കിതിൻ്റെ മേളിലൊന്ന് കയറി നോക്കാം. കുറച്ചുകൂടെ മേളിൽ നിന്നാകുമ്പോൾ നല്ല രസമുള്ള വ്യൂ ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ആകർഷണമാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടൊരു കാഴ്ചയാണ്. ഒന്ന് കണ്ടു.
ഒരുപാട് ഷോപ്പുകളും ഒരുപാട് കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് വന്നത് ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷനുമായിട്ടുള്ള ഇവിടുത്തെ ഡെക്കറേഷൻസ്, ഇവിടുത്തെ ക്രിസ്മസ് ട്രീ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റൊരുപാട് കാഴ്ചകൾ ഈ ഒരു അബുദാബി മാളിലുണ്ട്. ഒരുപാട് ഷോപ്പുകൾ, ഒരുപാട് എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വളരെ രസകരമായിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.